അപ്പ ബഡീസേ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന പുട്ടുപൊടിയുടെ അവസാനത്തെ മുഴുവൻ അങ്ങനെ പുട്ടൊക്കെ നനച്ച് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് നല്ല തൂന്നിരിക്കണ പുട്ടുപൊടി റെഡിയായി. കുക്കർ വെച്ച് ആ പുട്ടുപൊടി ഒന്നിങ്ങനെ സെപ്പറേറ്റ് ആക്കിയിട്ട് ചിരട്ടപ്പുട്ട് നാട്ടിൽ നിന്നുണ്ടായി അതിൻ്റെ പാത്രം. അപ്പോൾ അതങ്ങനെ വെച്ചിട്ട് അതിൽ പുട്ടുപൊടിയൊക്കെ നിറച്ചിട്ട് ഇങ്ങനെ കുക്കറിൽ നിന്ന് ഇങ്ങനെ മറ്റേ ഷൂന്നും പറഞ്ഞിട്ട് ആവി വരും. അങ്ങനെ ആവി വരുന്ന സമയത്ത് ഈ സാധനം അങ്ങോട്ട് വെച്ചങ്ങോട്ട് കൊടുക്കുക. എനിക്ക് ഓർമ്മകൾ ഇങ്ങനെ എന്ത് രസമായിരുന്നു അറിയാം. നാട്ടിലെല്ലാവരും കൂടി പുട്ടും ബീഫും മയനൈസൊക്കെ ഉണ്ടാക്കി തിന്നും. എന്ത് രസമാണ്, കൊതിയാണ്. എങ്ങനെയുണ്ട് ഈ പുട്ടിൻ്റെ ഷേപ്പൊക്കെ ഒന്ന് നോക്കിയേ. തേങ്ങയില്ലാണ്ട് അമ്മ പുട്ടുണ്ടാക്കാൻ പഠിപ്പിച്ചുകൊണ്ട് ഒരു ഉപകാരമായി. അങ്ങനെ നല്ല രസമുള്ള നാടൻ പുട്ടായിട്ട് ഈ ചിക്കൻ കറി കോരിയിടുക. എന്നിട്ട് എന്ത് ചെയ്യുക, നൈസായിട്ട് പൊട്ടിക്കണം. ഞാൻ കാണിച്ചു തരാൻ പൊട്ടിക്കണം. നിങ്ങൾ കണ്ടു നോക്കുന്നത് എങ്ങനെയുണ്ടെന്ന്. നല്ല